ഉണക്കമീൻ അച്ചാറാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ ചെറിയ പൊടിയായിട്ടുള്ള ഉണക്കമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ കൊഴുവ എന്നാണ് പറയുക. അതിൽ ഉപ്പുണ്ടാവില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അപ്പം എന്നാലും ഞാനത് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ചീഞ്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വെള്ളമായൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അച്ചാറായതുകൊണ്ട് കേടുവരും. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയെടുക്കുക. നന്നായിട്ട് വറുത്ത് ഇങ്ങനെ പൊടിയണ രൂപത്തിലാവണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടിയിട്ട് വരണം കേട്ടോ. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ. അത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി മുഴുവനോടെ ഇടാൻ കുഴപ്പമില്ല. അച്ചാറിന് അതൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കടുകൊക്കെ പൊട്ടിയപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ വെളിച്ചെണ്ണയിൽ നിന്ന് അത് മാറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളകും അത് ഓഫാക്കിയതിന് ശേഷമാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് മൂത്ത് വരണം. അപ്പോൾ കരിയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തീ ഓഫാക്കി വെച്ചത് കേട്ടോ. തീ ഓഫാക്കിയിട്ടാണ് ഞാൻ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഉണക്കമീൻ വറുത്ത് വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇതിൽ ഉപ്പില്ലാത്ത മീനായതുകൊണ്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കി വയ്ക്കാം. ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി അച്ചാറാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.